Hi all, now we are going to discuss about approaches to job design. Approaches to job designൽ ഫസ്റ്റ് അപ്രോച്ച് ആയിട്ടുള്ള ക്ലാസിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Classical approach. It also known as engineering approach. It was developed by F.W. Taylor and his associates. The principle of scientific management formed the basis for designing job in most organizations. അതായത് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിനെ എൻജിനീയറിംഗ് അപ്രോച്ച് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എഫ്.ഡബ്ല്യു. ടൈലർ. ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എഫ്.ഡബ്ല്യു. ടൈലർ ആണ്. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മിക്ക ഓർഗനൈസേഷൻസിലും അവരുടെ ജോബ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ് ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ദർ പ്രിൻസിപ്പിൾ ഫോക്കസ്ഡ് ഓൺ പ്ലാനിങ്, സ്റ്റാൻഡർഡൈസിങ് ആൻഡ് ഇംപ്രൂവിങ് ഹ്യൂമൻ എഫേർട്ട് അറ്റ് ദ ഓപ്പറേറ്റീവ് ലെവൽ ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി. ഈ ഒരു പ്രിൻസിപ്പിള് ഫോക്കസ് ചെയ്യുന്നത് പ്ലാനിങ്, സ്റ്റാൻഡർഡൈസിങ് ആൻഡ് ഇംപ്രൂവിങ് ഹ്യൂമൻ എഫേർട്ട് അറ്റ് ദ ഓപ്പറേറ്റീവ് ലെവൽ അതായത് ഈ ഒരു പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുന്നതിന് ഈ പ്രിൻസിപ്പിൾ ഫോക്കസ് ചെയ്യുന്ന പ്ലാനിങ്ങിലും സ്റ്റാൻഡർഡൈസിങ്ങിലും അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഒക്കെയാണ്. In the words of Taylor, the work of every workman is fully planned out by the management at least one day in advance, and each man received in most cases complete written instructions describe in detail the task which he is to accomplish. അതായത് ഇവിടെ എഫ്.ഡബ്ല്യു. ടൈലർ പറഞ്ഞിരിക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് അവിടെയുള്ള വർക്കേഴ്സിൻ്റെ വർക്കിനെ കുറിച്ച് ഒരു ദിവസം മുൻപെങ്കിലും ഫുള്ളി പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ അവർ അക്കംപ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. Next, this task specifies not only what is to be done but how it is to be done and the exact time allowed for doing it. അതായത് ഈ ഒരു ടാസ്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല അത് എങ്ങനെ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ അത് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ആ ഒരു എക്സാക്റ്റ് ടൈമിനെ കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. Scientific management offers the following principle for job design. ഇനി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ജോബ് ഡിസൈനിനായിട്ട് ഓഫർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, task fragmentation. Every should be broken into small components in order to improve technical efficiency. അതായത് ടെക്നിക്കൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഓരോന്നും സ്മോൾ കോമ്പണൻസ് ആക്കിയിട്ട് ബ്രോക്കൺ ചെയ്യണം, അതായത് അതിനെ വിഭജിക്കണം എന്നാണ് ടാസ്ക് ഫ്രാഗ്മെൻറ്റേഷനിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, ഒപ്റ്റിമൈസേഷൻ ഓഫ് ടെക്നോളജി. Through scientific study and analysis, the best method for doing a task is developed. സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെയും അതിൻ്റെ അനാലിസിസിലൂടെയൊക്കെ ഒരു ടാസ്ക് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് മെത്തേഡ് ഡെവലപ്ഡ് ആയി എന്നാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ടെക്നോളജി എന്ന പോയിന്റിൽ പറയുന്നത്. Third one, standardization. The method so discovered is standardized through time and motion study. Next, specialization. Workers should be selected to perform specific tasks as to ensure narrow specialization. അതായത് നാരോ സ്പെഷ്യലൈസേഷൻ എൻഷുർ ചെയ്യുന്നതിനായി, അതായത് നാരോ സ്പെഷ്യലൈസേഷൻ ഉറപ്പ് വരുത്തുന്നതിനായിട്ട് സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിനായിട്ട് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ, ട്രെയിനിങ്. Workers should be selected or trained to the most efficient manner for performing the task. Fragmentation of task into simple operation requiring low level of skill helps to reduce considerably the time and cost involved in training. അതായത് ട്രെയിനിങ്ങിൽ ഉണ്ടാവുന്ന ടൈമും കോസ്റ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് ലോ ലെവലിലുള്ള
സ്കില്ല് റിക്വയർഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ ടാസ്ക് ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുക. അതായത് ടാസ്ക് വിഭജിച്ച് കൊടുക്കുന്നതിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനറിൽ തന്നെ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വർക്കേഴ്സിനെ സിലക്ട് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. Next, individual responsibility. Each worker made responsible for a single operation forming part of the total task. One man, one job thereby becomes the building block of the organization. Next, economic incentive. Monetary compensation should be used to reward efficient performance. അതായത് മോണിറ്ററി കോമ്പൻസേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിനൊക്കെ റിവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ മോണിറ്ററി കോമ്പൻസേഷൻസ് യൂസ് ചെയ്യണം എന്നാണ് എക്കണോമിക് ഇൻസെൻറ്റീവിൽ പറയുന്നത്. These principles appear to offer a rational and task-centered approach to the job design. Standardization, simplification, and specialization help to make job holders experts, leading to higher productivity and lower cost. But job design on the basis of these principles have following problems. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ ജോബ് ഡിസൈനിങ്ങിലേക്ക് ടാസ്ക് സെൻറ്റർഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റേഷണലി ആയിട്ടുള്ള അപ്രോച്ച് ഓഫർ ചെയ്യുന്നുണ്ട്. ടാസ്ക് സെൻറ്റർഡ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഡിസൈനിങ്ങിലേക്ക് ചുമതലകളും അതുപോലെ തന്നെ റേഷണലായിട്ട്, അതായത് യുക്തിപരമായിട്ടുള്ള അപ്രോച്ചസ് ഓഫർ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്നിവ ഹയർ പ്രൊഡക്ടിവിറ്റിയിലേക്കും ലോവർ കോസ്റ്റിലേക്കും ലീഡ് ചെയ്യുന്ന ജോബ് ഹോൾഡേഴ്സിനെ എക്സ്പേർട്ടാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. But job design on the basis of these principles have following problems. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ ഡിസൈൻ ചെയ്യുന്ന ജോബ് ഡിസൈൻസിന് ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം ആണ് നാരോ സ്പെഷ്യലൈസേഷൻ. എ വർക്കർ പെർഫോംസ് ഓൺലി വൺ എലമെന്റ് ഓഫ് ദ ടോട്ടൽ ടാസ്ക്. ആസ് എ റിസൾട്ട് ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. ദ ജോബ് ഓഫേഴ്സ് നോ ചാലഞ്ച് ടു ദ വർക്കർ. ഇതിൽ പറയുന്നത് ഒരു വർക്കർ മൊത്തം ടോട്ടൽ ടാസ്കിൻ്റെ ഓൺലി വൺ എലമെൻറ്റ് മാത്രമേ അവിടെ പെർഫോം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. ഓൺലി വൺ എലമെൻറ്റ് മാത്രമാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ഒരു ജോബ് ഒരു ചലഞ്ചായിട്ട് വരുന്നില്ല. ഇത് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ ജോബ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. Second problem, routinization. Due to narrow specialization and task fragmentation, the same operation has to be repeated again and again. അതായത് നാരോ സ്പെഷ്യലൈസേഷൻ അതുപോലെ തന്നെ ടാസ്ക് ഫെർമെൻറ്റേഷനൊക്കെ കാരണം സെയിം ഓപ്പറേഷൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് റൂട്ടീൻസേഷൻ, അതായത് പതിവായിട്ട് ഇങ്ങനെ സെയിം ഓപ്പറേഷൻ തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ച് റിപ്പീറ്റേഷൻ കോസസ് ബോർഡം ഇൻ ദ ആബ്സെൻസ് ഓഫ് വെറൈറ്റി ഓഫ് ടാസ്ക്. ഇത്തരത്തിൽ സെയിം ഓപ്പറേഷൻ തന്നെ ഇങ്ങനെ നടന്ന് അവിടെ വെറൈറ്റി ടാസ്ക് ഒന്നും ഇല്ലാതെ സെയിം ഓപ്പറേഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോർഡം ഉണ്ടാവും, അവിടെ ചില വിരസതകൾ ഉണ്ടാവും. ഇതാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ വർക്ക് സൈക്കിൾ, മെക്കാനിക്കൽ പാസിംഗ്, ലേക്ക് ഓഫ് ജോബ് പ്രൈഡ്, ടെക്നോ എക്കണോമിക് അപ്രൈസൽ, ലിറ്റിൽ ഇൻറ്ററാക്ഷൻ. അതായത് നേരോ ജോബിൽ എംപ്ലോയീസ് അവരുടെ നേരോ ആയിട്ടുള്ള ജോബിൽ കോൺസ്റ്റൻ്റ് അറ്റൻഷൻ, അതായത് നിരന്തരമായിട്ട് അറ്റൻഷൻ വേണം എന്നതിൻ്റെ പേരിൽ എംപ്ലോയീസിന് മറ്റുള്ളവരുമായിട്ട് തങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാനുള്ള ലിറ്റിൽ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ്
ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താണ് അപ്രോച്ചസ് ടു ജോബ് ഡിസൈൻ, അതിൽ ക്ലാസിക്കൽ അപ്രോച്ചസ് ആണ് പറഞ്ഞത്.